വിശാലിന്റെ കാറ് നേരെ വന്നു നിന്നത് കാളിയാർ മഠത്തിന്റെ അകത്തേക്കായിരുന്നു. വിജിത്തിനൊപ്പം ഋഷിയും അപ്പുവും അമ്മുവും അഞ്ജുവും കാറിൽ നിന്നും ഇറങ്ങി മുൻപിലേക്ക് നടന്നു. ഡോറ് തുറന്ന് മുന്നിൽ നിരന്നു നിൽക്കുന്നവരെ കണ്ടതും കല്യാണി സംശയത്തോടെ അവരെ നോക്കി. ആരാ, എന്തു വേണം? കല്യാണി വിശാലിനെയും ഋഷിയെയും നോക്കി ചോദിച്ചു. ഞങ്ങൾക്ക് രുദ്രയെ ഒന്ന് കാണണം. രുദ്രയുണ്ടോ ഇവിടെ? ഓ, ആ വൃത്തികെട്ടവളെ കാണാൻ വന്നതാണോ? കല്യാണി അത് പറയുമ്പോൾ എല്ലാവർക്കും അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി. അതെ, നിങ്ങളോട് രുദ്രയുണ്ടെങ്കിൽ വിളിക്കാനാ പറഞ്ഞേ, അല്ലാതെ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് കേട്ടു നിൽക്കാനല്ല ഞങ്ങൾ വന്നത്. അമ്മ മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. ഓ, അവളെ പറഞ്ഞപ്പോൾ പിടിച്ചില്ലായിരിക്കുമല്ലേ? നീയൊക്കെ അവളെ കാണാൻ വന്ന സ്ഥിതിക്ക് കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അവനുണ്ടല്ലോ ഞങ്ങളുടെ ബദ്രി, അവൻ്റെ കൈ കൊണ്ട് ചാവാനാവും അവൾക്ക് യോഗം. ചെറിയമ്മേ, ആരാ ഇവരൊക്കെ? വൈശു അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു. ഓ, ഇവരോ? ഇവിടെ ഒരു കെട്ടിലമ്മ കെട്ടി എഴുന്നള്ളിക്കൊണ്ട് വന്നിട്ടില്ലേ? ഒരു കാശിനും കൊള്ളാത്ത ഒന്നിനെ അവളെ കാണാൻ വന്നവരാ ഇവരൊക്കെ. ഇതേ തള്ളേ, ഇനി വല്ലതും പറഞ്ഞാലേ അടിച്ച് നിങ്ങളുടെ അണപ്പല്ല് തെറിപ്പിക്കും ഞാൻ. ഞങ്ങളുടെ രുദ്രയെ പറ്റി പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ. അമ്മു അവർക്ക് നേരെ ചേറിയതും ഋഷി അവളെ വിളിച്ചു. അമ്മു, മതി. പിന്നെ ഋഷി, ഈ തള്ള നമ്മുടെ രുദ്രയെ പറയുന്നത് കേട്ടു നിൽക്കണമെന്നാണോ? അമ്മു ദേഷ്യമടക്കാതെ പറഞ്ഞു. ഋഷി കല്യാണിയുടെ മുൻപിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഞങ്ങളൊരു വഴക്കിന് വന്നതല്ല, മറിച്ച് ഞങ്ങളുടെ രുദ്രയെ കാണാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങളുടെ രുദ്രയെ പറഞ്ഞ് നിങ്ങളുടെ പല്ലടിച്ചു കൊഴിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, മറിച്ച് നിങ്ങൾ എൻ്റെ അമ്മയെ പോലെ ഒരു സ്ത്രീയാണല്ലോ എന്നുള്ള വെറും സഹതാപം കൊണ്ട് മാത്രമാണ് എന്ന് കരുതി എപ്പോഴും കേട്ടില്ലെന്ന് വരില്ല ഈ ഋഷി. നിയന്ത്രണം വിട്ട നിങ്ങൾക്കിട്ട് തന്നിട്ടേ ഞാൻ പോകൂ. ഞാൻ മാത്രമല്ല, ഈ നിൽക്കുന്ന എല്ലാവരും. അവസാനം നിങ്ങളുടെ പൊട്ടിയിട്ട ഈ മുഖം ഇപ്പോൾ ഉള്ളതിനേക്കാൾ വികൃതമായിരിക്കും. കല്യാണി ഉമിനീരിറക്കിക്കൊണ്ട് രണ്ടടി പിന്നിലേക്ക് നീങ്ങി. അത് കണ്ടതും ചിരിച്ചുകൊണ്ട് വൈശു പറഞ്ഞു. എൻ്റെ ചേട്ടാ, ഈ വീട്ടിൽ ആകെ വിവരവും ബുദ്ധിയും ഇല്ലാത്തൊരു സാധനമുണ്ടെങ്കിൽ അതിൻ്റെ ഈ ചെറിയമ്മയ്ക്ക് മാത്രമാണ്. ഇവരോട് തന്നെ ചേട്ടനും ചേച്ചിമാരും വന്ന് എൻ്റെ ഏട്ടത്തിയെ ചോദിക്കുമോ? വൈശു അവരെ നോക്കി അത് പറയുമ്പോൾ മനസ്സിലായി ഭദ്രയെയും അവൻ്റെ ചെറിയമ്മയെയും പോലെ മനസ്സിൽ നന്മയില്ലാത്തവർ മാത്രമല്ല, മറിച്ച് വൈശുവിനെ പോലെ നന്മയുള്ള ആളും അവർക്കിടയിൽ ഉണ്ടെന്ന്. എല്ലാവരും വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ. വൈശു അവരെല്ലാവരെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്ന് സോഫയിലായിരുത്തി. എന്നിട്ട് ചോദിച്ചു. നിങ്ങളൊക്കെ ഏട്ടത്തിയുടെ? ഞങ്ങളൊക്കെ രുദ്രയുടെ ഫ്രണ്ട്സാ. അല്ല, അവളുടെ കുടുംബം തന്നെ ഞങ്ങളാ. ഋഷി അത് പറയുമ്പോൾ വൈശു ഒന്ന് ചിരിച്ചു. അപ്പോൾ ഇതിലാരാ ഈ ഋഷിയേട്ടൻ? അപ്പു ചേച്ചി, അമ്മു ചേച്ചി, മഞ്ജു ചേച്ചിയൊക്കെ. എല്ലാവരെയും പറ്റി എപ്പോഴും ഏട്ടത്തി പറയാറുണ്ട്, പക്ഷേ ആരൊക്കെയെന്ന് മാത്രം അറിയില്ല. പിന്നെ എല്ലാവരും അവരൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. രുദ്രയില്ല ഇവിടെ? ഋഷി തന്നെ അവസാനം അവളോട് വീണ്ടും ചോദിച്ചു. അയ്യോ, ഞാനത് മറന്നു. ഒരു മിനിറ്റേ, ഇപ്പോൾ വിളിച്ചിട്ട് വരാമേ. അത്രയും പറഞ്ഞ് വൈശു മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു. വൈശുവിനൊപ്പം ഇറങ്ങി വരുന്ന രുദ്രയെ കണ്ടതും എല്ലാവരിലും സന്തോഷം നിറഞ്ഞു. രുദ്ര ഓടി വന്ന് ഋഷിയെയും അപ്പുവിനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവരും അവളെ ചേർത്ത് പിടിച്ച് കരയാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടാണ് വിജയലക്ഷ്മിയും മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വന്നത്. ഋഷി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. സോറി രുദ്ര, നീ നിന്റെ ഋഷിയോട് ക്ഷമിക്കില്ലേ? അപ്പോഴത്തെ എൻ്റെ ദേഷ്യത്തിലും സങ്കടത്തിലും നിന്നെ തല്ലേണ്ടി വന്നു, നിന്നെ ഒറ്റക്കാക്കി പോകേണ്ടി വന്നു. തെറ്റുപറ്റിപ്പോയിടാ, നിന്റെ ഋഷിക്ക് തെറ്റുപറ്റിപ്പോയി. എന്താ ഋഷി ഇത്? നീ എന്നോട് ക്ഷമ പറയുകയോ? എൻ്റെ ഋഷി എനിക്കറിയില്ലേ? എന്നെ തല്ലാനും വഴക്ക് പറയാനും ഈ ലോകത്ത് കൂടുതൽ അവകാശമുള്ളത് എൻ്റെ ഋഷിക്കും അപ്പുവിനുമാണ്. അതൊന്നും അങ്ങനെയായിരിക്കും. അപ്പോഴേക്കും ഋഷി അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഇതെല്ലാം മുകളിൽ നിന്ന് ബദ്രി കാണുന്നുണ്ടായിരുന്നു. ഋഷി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയ ശേഷം പറഞ്ഞു. നിനക്കെടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വേഗം വാ, നമുക്ക് ഈ നിമിഷം തന്നെ പോവാനുള്ളതാ. എവിടേക്ക്? രുദ്ര ഒന്നും മനസ്സിലാവാത്ത പോലെ ചോദിച്ചു. രുദ്ര, നിന്നെ ഒരിക്കലും ഭാര്യയായി പോലും കാണാൻ കഴിയാത്ത, എന്തിനേറെ ഒരു പെണ്ണെന്ന പരിഗണന പോലും നൽകാൻ തയ്യാറാവാത്ത ഒരാൾക്കൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പഴയ രുദ്രയായി വരുന്നതാ. അത് സത്യം. ബദ്രിയുടെ ഉറച്ച ശബ്ദം കേട്ടതും എല്ലാവരും അവിടേക്ക് നോക്കി. എന്തായാലും കൂട്ടത്തിലുള്ളതിൽ നിനക്കല്പം ബുദ്ധിയുണ്ട്. കാരണം ഇവളെ പോലും നിന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയാക്കാൻ പോയിട്ട് വെപ്പാട്ടിയാക്കാൻ പോലും വെക്കാൻ കൊള്ളില്ല. ബദ്രി അങ്ങോട്ടേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു.
വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം മിസ്റ്റർ. വിശാൽ ബദ്രിക്ക് നേരെ ചീറി. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്യും? തല്ലുമോ? എങ്കിൽ തല്ലടാ. ഇവൾക്ക് വേണ്ടി നീ എന്നെ തല്ലുമെങ്കിൽ അതെനിക്ക് അറിയണമല്ലോ. വിശാൽ പാഞ്ഞു വന്ന് ബദ്രിയുടെ കോളറിൽ പിടിച്ചതും എല്ലാവരും പേടിയോടെ നോക്കി. ഓ, അവളെ പറഞ്ഞപ്പോൾ നിനക്കിത്രയും നോവണമെങ്കിൽ കൂട്ടത്തിലുള്ള ഇവർക്കില്ലാത്ത എന്താടാ ഇവളോട് നിനക്കുള്ളത്? ലവാ? എങ്കിൽ നീ തന്നെ എടുത്തോ ഇവളെ. നീ പേടിക്കണ്ട, ഞാനൊന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല. കാരണം അത്രയ്ക്ക് ചെറ്റയല്ല ബദ്രി. ബദ്രി! വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് വന്ന് വിളിച്ചു. എന്നിട്ട് ബദ്രിയിൽ പിടിച്ച വിശാലിൻ്റെ കരങ്ങൾ പിൻവലിച്ചു. അപ്പോഴേക്കും രുദ്ര ഇതൊക്കെ കേട്ട് തളർന്നു പോയിരുന്നു. ബദ്രി, നീ ഇത് ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? നീ താലി കെട്ടിയ നിന്റെ ഭാര്യയാണവൾ, ഈ വീട്ടിലെ മരുമകൾ. താലി കെട്ടിയ കാര്യമൊന്നും അമ്മ പറയണ്ട. അതിന് പിന്നെ കാര്യങ്ങൾ ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതേപ്പറ്റി പറയണമെന്നില്ല. ഇവളെ എനിക്ക് ഈ ജന്മ ഭാര്യയായി കാണാനാവില്ല. അങ്ങനെയുള്ളവളെ എന്തിനാണ് ഈ വീട്ടിൽ നിർത്തുന്നത്? അവളുടെ വേണ്ടപ്പെട്ടവർ തന്നെ കൊണ്ടുപോവാൻ നോക്കുമ്പോൾ പറഞ്ഞു വിടുകയല്ലേ വേണ്ടത്? നിനക്കിപ്പോൾ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. കാരണം നീ നിന്റെ മനസ്സ് കല്ലാക്കി വെച്ചിരിക്കുക. അതെ, എൻ്റെ മനസ്സ് കല്ല. എനിക്കൊന്നും മനസ്സിലാവില്ല, ഒന്നും. ഋഷി വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ആൻറ്റിയെങ്കിലും ഞങ്ങളുടെ രുദ്രയ്ക്ക് വേണ്ടി സംസാരിച്ചല്ലോ, സന്തോഷം. ഒരിക്കലും കൂടിച്ചേരാൻ പാടില്ലാത്ത ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ നോക്കാതെ ഇപ്പോഴേ അവയെ അതിൻ്റെ വഴിക്ക് വിടുന്നതല്ലേ നല്ലത്. ഞങ്ങളുടെ രുദ്രയെ ഇനിയും കണ്ണീരിലാഴ്ത്താൻ വയ്യ. അതുകൊണ്ട് പോവുകയാണ് ഞങ്ങൾ. ഇനി അവൾക്ക് വേണ്ടി ആരും ആരോടും യാചിക്കേണ്ടതില്ല. ഇത് ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതാണ്. അത് കേട്ടതും ബദ്രി പോലെ കല്യാണിയിലും രുദ്ര പോകുന്നതിലുള്ള സന്തോഷമായിരുന്നു. വിജയലക്ഷ്മി രുദ്രയുടെ അടുത്തേക്ക് വന്നു നിന്നു. രുദ്ര മോളെ. വിജയലക്ഷ്മി അവളെ വിളിച്ചതും അവൾ അവരെ തല ഉയർത്തി നോക്കി. മോളെ അമ്മയ്ക്ക് വാക്ക് തന്നിരുന്നു, എൻ്റെ ബദ്രി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഒറ്റയ്ക്കാക്കി പോകില്ലെന്ന്. ഈ അമ്മയെ മോള് സ്വന്തം അമ്മയായി കാണാതെ വെറുതെ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനൊരു വാക്ക് തന്നതെങ്കിൽ വേണ്ട. മോളുടെ സന്തോഷമാണ് എനിക്കും വലുത്. മോൾക്ക് അവർക്കൊപ്പം പോകണമെങ്കിൽ പോകാം, ഞാൻ തടുക്കില്ല. ഈ അമ്മയുടെ മകൻ്റെ മാറ്റം കാണാൻ ആഗ്രഹിച്ച മോഹം വെറുതെയാണെന്ന് കരുതിക്കോളാം. അത്രയും പറഞ്ഞ് അവർ പോകാനാഞ്ഞതും രുദ്ര അവരുടെ കരങ്ങളിൽ പിടിമുറുക്കി പിടിച്ചു. എന്നിട്ട് ഋഷിയെ നോക്കി പറഞ്ഞു, ഞാൻ വരുന്നില്ല ഋഷി, എനിക്കിവിടം വിട്ട് വരാൻ കഴിയില്ല. രുദ്ര അത് പറഞ്ഞതും സന്തോഷത്തോടെ വിജയലക്ഷ്മി അവളെ നോക്കി. മുത്തശ്ശനും മുത്തശ്ശിക്കും വൈഷുവിനും അത് സന്തോഷം നിറച്ചു. എന്നാൽ ബദ്രി ദേഷ്യത്തിൽ വിറച്ചു. രുദ്ര, താൻ എന്തൊക്കെയാ പറയുന്നെന്ന് വല്ല ബോധവും ഉണ്ടോ? ഋഷിയും ഇവരും ഇങ്ങോട്ട് വന്നത് തന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ. ഒരിക്കലും തന്നെ ഭാര്യയായി കാണില്ലെന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ തന്നെ പറയുന്നു. പിന്നെ എന്തിൻ്റെ പേരിലാണ് നീ ഇവിടെ നിൽക്കാൻ പോകുന്നത്? വിശാൽ അവൾക്കു നേരെ തിരിഞ്ഞു ചോദിച്ചു. ഇതിൻ്റെ പേരിൽ. കഴുത്തിൽ കിടന്ന് താലി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. എപ്പോൾ ഈ താലിയും സിന്ദൂരവും എന്നിൽ പതിഞ്ഞോ അപ്പം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഒരിക്കലും എന്നെ ഭാര്യയായി കാണാൻ കഴിയില്ലായിരിക്കും, പക്ഷേ എനിക്കെൻ്റെ പാതിയായി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവണം, അദ്ദേഹത്തിൻ്റെ ഭാര്യയായി തന്നെ. അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ പോകുന്ന രുദ്രയെ പിന്നിൽ നിന്നും അപ്പവും അമ്മുവും മഞ്ജുവും മാറി മാറി വിളിച്ചു. എന്നാൽ ആരെയും നോക്കാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൾ മുകളിലേക്ക് ഓടിപ്പോയി. ഇനി എന്ത് കാണാൻ നിൽക്കുക, പോകാം. ഋഷി ദേഷ്യത്തിൽ അപ്പുവിനെയും അമ്മുവിനെയും മഞ്ജുവിനെയും നോക്കി പറഞ്ഞുകൊണ്ട് പോകാനാഞ്ഞതും ബദ്രിയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇപ്പം ഞങ്ങൾ പോകുക. പക്ഷേ അവളെ നിങ്ങൾ വേദനിപ്പിച്ചു എന്നെങ്ങാനും അറിഞ്ഞ ഞാൻ വരും. എൻ്റെ രുദ്രയ്ക്ക് വേണ്ടി നിന്നെ കൊല്ലാൻ പോലും മടിക്കാതെ തന്നെ ഇങ്ങോട്ടേക്ക് കയറി വരും. അതിന് ബദ്രി അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് നീ എന്നല്ല ഒരുത്തനും വളർന്നിട്ടില്ല, ഈ ബദ്രിയുടെ രോമത്തിൽ പോലും ഒന്ന് തൊടാൻ. അന്നത്തെ ദിവസം രുദ്ര ആരോടും തന്നെ ഒന്നും മിണ്ടിയില്ല. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ആരും ഒന്നും ചോദിച്ചതുമില്ല. ഹോളിലേക്ക് കയറി വന്ന ഹർഷന് പിന്നിൽ നിന്ന് അരുന്ധതി വിളിച്ചു. ഹർഷ. അവരുടെ ഉറച്ച വിളിക്ക് മുന്നിൽ ഒന്ന് പതറിക്കൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു. ഇന്നലെ നീ എവിടെയായിരുന്നു? അത് പിന്നെ മമ്മ, ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ. ഹർഷൻ തപ്പി തടഞ്ഞ് അത്രയും പറഞ്ഞു തീർന്നതും തന്നെ അരുന്ധതിയുടെ കരങ്ങൾ അവൻ്റെ കരണത്ത് പതിച്ചിരുന്നു. കൊള്ളം പറയുന്നട പന്ന മോനെ, അതും സ്വന്തം തള്ളിയുടെ മുഖത്ത് നോക്കി തന്നെ. നീ എന്താ ഹർഷ എന്നെപ്പറ്റി കരുതി വെച്ചിരിക്കുന്നേ?
നിന്റെ ചെറിയൊരു ചലനം പോലും മനസ്സിലാക്കാൻ കഴിയാത്തവളെന്നാണോ? എങ്കിൽ നിനക്ക് തെറ്റി. എന്നെ വെട്ടിച്ചും പറ്റിച്ചും ഈ വീട്ടിൽ നിനക്കെന്നല്ല ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഇന്നലെ ആ പൊന്നമോളെ എവിടുന്ന് കൊണ്ടുവന്നു അവിടെയാക്കിയിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൾക്കൊപ്പം അവളുടെ വീട്ടിൽ തന്നെ അഴിഞ്ഞാടിയിട്ടും വന്നിരിക്കുന്നു. സ്വന്തം ചോരയായി പോയി, ഇല്ലെങ്കിൽ പണ്ടേ എന്ന് എതിർക്കുന്നത് ആരായാലും കൊന്നു തള്ളിയേനെ. നീ എൻ്റെ ഹരീന്ദ്രനെ കണ്ടു പഠിക്ക്. ഈ അമ്മയ്ക്ക് വേണ്ടി ചാവും അവൻ. അമ്മയോട് അനുവാദം ചോദിക്കാതെ ഒന്നും ചെയ്യില്ല. എല്ലാത്തിനും എനിക്കൊപ്പം നിൽക്കും. അവൻ്റെ സാമീപ്യം എപ്പോഴും എനിക്ക് കിട്ടില്ലെങ്കിലും അവൻ എനിക്കൊപ്പം തന്നെയുണ്ട്. ഞാനൊന്ന് വിളിച്ചാൽ മതി. എത്ര അകലെ നിന്നായാലും അവനത് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് എത്തും. ചെയ്യുന്ന തൊഴിലിനോട് വരെ ആത്മാർത്ഥത ഉള്ളവൻ. ഏത് ജോലിയും ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ റിസ്ക് അനുസരിച്ച് അവൻ തന്നെ അത് ഹാൻഡിൽ ചെയ്യും. ഒരു പന്നമോൻ്റെയും സഹായം വേണ്ടവന്. നീ ഇനിയെങ്കിലും ഏട്ടനെ കണ്ട് പഠിക്കാൻ നോക്ക്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് എന്തെങ്കിലും പാളിച്ചകൾ വന്നാൽ പിന്നെ ഞാൻ മുന്നും പിന്നും നോക്കാതെ തന്നെ പ്രവർത്തിക്കും. അത്രയും പറഞ്ഞ ദേഷ്യത്തിൽ അവനെ നോക്കിയിട്ട് പോകുമ്പോൾ ഹർഷനൊന്നും മിണ്ടാതെ മൗനമായി തന്നെ നിന്നു. അമ്മുവിനെയും അപ്പുവിനെയും മഞ്ജുവിനെയും ഹോസ്റ്റലാക്കിയ ശേഷം ഋഷിയും വിശാലും വന്നു നിന്നത് ആളൊഴിഞ്ഞ വിജനമായ റോഡ് സൈഡിലായിരുന്നു. വിശാൽ കാലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഒരു സിഗരറ്റ് വലിച്ചു. എപ്പോഴേക്കും ഋഷിയും കാലിൽ നിന്നിറങ്ങി അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. വിശാൽ കയ്യിലിരുന്ന് സിഗരറ്റ് പാക്ക് ഋഷിക്ക് നേരെ നീട്ടിയതും ഋഷി അത് സ്നേഹത്തോടെ നിഷേധിച്ചു. എന്താണോ, ഞാൻ തന്നോണ്ടാണോ? എങ്കിൽ മടിക്കേണ്ട. നമുക്കിടയിൽ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമുണ്ടോടാ? അയ്യോ അതല്ല വിശാൽ, ഞാൻ അല്ലെങ്കിലേ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. രുദ്രയ്ക്കും അപ്പുവിനും തീരെ ഇത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല. ഓഹോ, ലാസ്റ്റത്തെ പഫ് കൂടെ എടുത്ത ശേഷം അത് നിലത്തിട്ട് അവൻ്റെ ഷൂ ഇട്ട കാലുകൾ കൊണ്ട് ഞെരിച്ചു. വിശാൽ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ? താൻ കരുതും പോലെ ഞാനിതിനൊന്നും അഡിക്റ്റ് അല്ലടോ. ജസ്റ്റ് ടെൻഷൻ കൂടുമ്പോൾ അതൊന്ന് നിർത്താൻ വേണ്ടി വല്ലപ്പോഴും ഒരെണ്ണം, അത്ര തന്നെ. അതിനൊന്ന് ഋഷിയൊന്ന് മൂളുക മാത്രം ചെയ്തു. താനൊന്ന് സ്ട്രോങ് ആയി തന്നെ വീണ്ടും വിളിച്ചിരുന്നെങ്കിൽ രുദ്ര വരുമായിരുന്നു. ഇല്ല വിശാൽ, അവൾ വരില്ല. അതെങ്ങനെ തനിക്ക് പറയാൻ കഴിയും? ഒന്നുകൂടെ താൻ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അയാൾ വന്നേനെ. അയാളും അത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ആ സ്ത്രീ പറഞ്ഞ എന്തോ കാരണം കൊണ്ടാണ് അയാൾ വരാൻ മടിച്ചത് പോലും. അതുകൊണ്ടാണല്ലോ നമുക്ക് പിടിതരാതെ അവിടെ നിന്ന് മാറിപ്പോയത്. ഞാൻ അവളെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല വിശാൽ. വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. അവൾ കാരണം ആരും വിഷമിക്കരുതെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു പൊട്ടിപ്പെണ്ണ്. എന്നാൽ അവൾക്കിഷ്ടമുള്ളവരെ പറഞ്ഞ മിണ്ടാതെ കേട്ടു നിൽക്കില്ല. ഇന്നവൾ വരാത്തതിനു പിന്നിൽ അവിടുത്തെ അമ്മയ്ക്ക് നൽകിയ അവളുടെ ഒറ്റ വാക്കിൻ്റെ പുറത്ത് മാത്രമാണ്. ഇല്ലെങ്കിൽ നമുക്കൊപ്പം തന്നെ വന്നേനെ അവൾ. താൻ കാരണം അവളെ സ്നേഹിച്ചു കൂടെ നിർത്തിയ അമ്മയെ സങ്കടപ്പെടുത്തരുതെന്ന് മാത്രമേ അവളപ്പം കരുതിയിട്ടുള്ളൂ. എന്ന് കരുതി എൻ്റെ രുദ്രയെ അവൻ ആ ഭദ്ര നോവിച്ചു എന്ന് വല്ലതും അറിഞ്ഞോ? അവൾ കൊടുത്ത വാക്കുപോലും ധിക്കരിച്ച് അവളെ കൊണ്ട് വന്നിരിക്കും ഞാൻ. അവസാന വാക്കുകൾ പറയുമ്പോൾ ഭദ്രയോടുള്ള ദേഷ്യം അവനിൽ നുരഞ്ഞു പൊന്തി. അത് വിശാലിന് മനസ്സിലായിരുന്നു.